എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് സമയം മാത്രമേ ഇതുണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളൂ. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കി ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. കടയിൽ നിന്ന് മേടിച്ചതോ വീട്ടിലുണ്ടാക്കിയതോ ഏത് അരിപ്പൊടിയും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ വറുത്തെടുത്ത അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അരിപ്പൊടിയിലേക്ക് 3/4 കപ്പ് തൈരും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തത്, കുറച്ച് ജീരകം പൊടിക്കാതെയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ബാറ്റർ നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇത് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കുക എന്നുള്ളതാണ്. ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കൂട്ട നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. ആദ്യത്തെ കുറച്ച് സമയം ഒന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഇത് കുറുകി വരാൻ തുടങ്ങുമ്പോഴേക്ക് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഈ കൂട്ടിവിടെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വരുമ്പോൾ പാനിൽ നിന്ന് ഇതുപോലെ മാവ് വിട്ട് വരാൻ തുടങ്ങും. ആ ഒരു സമയമാകുമ്പോഴേക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇത് അടുപ്പത്ത് നിന്നൊന്ന് മാറ്റി തണുക്കാൻ വേണ്ടി വയ്ക്കാം. നമ്മുടെ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന സമയമാകുമ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഈ ഈവനിങ് സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൂട്ടിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈവനിങ് സ്നാക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഗോൾഡൻ കളറാകുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്തെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും.